ഇന്ന് ഞാൻ പിണ്ടി വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പിണ്ടി കിച്ചടി. കണ്ടോ, ഒരു പിണ്ടിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് അതിനകത്ത് നൂലുണ്ട്. അപ്പോൾ അത് നമ്മൾ കയ്യിലിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം. കട്ട് ചെയ്യുമ്പോൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ആ നൂലൊക്കെ നമ്മൾ കയ്യിൽ ചുറ്റിയെടുക്കണം. പിന്നെ ഇത് നല്ല ഫൈബർ ഉള്ളതാണ്. ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് പിണ്ടിയുടെ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കറി വെച്ചിട്ടാണെങ്കിലും നല്ലതാണ്. അപ്പോൾ നമ്മൾ പിണ്ടിയെ വെച്ച് ഒരുപാട് കറികൾ വെക്കാറുണ്ട്. അതായത് പിണ്ടിയും പരിപ്പും കൂടെ പുളിങ്കറി വെക്കാറുണ്ട്. പിണ്ടി തോരൻ വെക്കാം, വെറുതെ പിണ്ടി മാത്രമായിട്ട് തോരൻ വെക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതുമാണ്. ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിണ്ടി കിച്ചടിയാണെന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കില്ല. പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളക് ചേർത്ത് തേങ്ങയൊക്കെ അരച്ചൊരു കറിയാണ്. വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം പിണ്ടി അരിയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിവിടെ തന്നെ ഉണ്ടായ വാഴയിൽ നിന്ന് എടുത്ത പിണ്ടിയാണ്. പാളയംകുടം വാഴയുടെ കൊല വെട്ടിയപ്പോൾ അതിൻ്റെ പിണ്ടി എടുത്തതാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പിണ്ടി കൊണ്ടുള്ള റെസിപ്പി നിങ്ങളെ കാണിച്ചു തരാം. അത് മുഴുവൻ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. എങ്ങനെയാ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിണ്ടി അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇത്രയുണ്ട്. പക്ഷെ ഇതിനകത്ത് മുഴുവൻ ജലാംശമാണ് കൂടുതലും. അപ്പോൾ വെന്ത് നല്ലപോലെ അങ്ങ് ചുരുങ്ങും. ആ വെള്ളമൊക്കെ പോയിട്ട് ചുരുങ്ങും. അപ്പോൾ ഇത് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. പക്ഷെ നമുക്ക് ഇത് ഇനി വേവിച്ചാൽ മതി. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. നോക്കാം. പിണ്ടി ഞാൻ 2 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കണം. ഇതിനകത്തുള്ള വെള്ളം പോകണം. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളകും ഒരു 2-3 കാന്താരി മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെയും കുറച്ച് പച്ചമുളക്, ഒരു 1-2 പച്ചമുളക് അരയ്ക്കാം. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർക്കാം. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒരല്പം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അരപ്പ് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. 1 കപ്പ് തേങ്ങ. ഇത് ഒരു വിധം അരയണം. അതായത് തെരുതെരുപ്പായിട്ട് അരഞ്ഞാൽ മതി. നല്ലപോലെ വെണ്ണ പോലെ ഒന്നും അരയണ്ട. തെരുതെരുപ്പായിട്ടൊക്കെ അരച്ചെടുത്തിട്ട് കുറച്ച് കടുകും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കണം. കടുക് നല്ലപോലെ അരയണ്ട, ഒന്ന് ചതഞ്ഞാൽ മതി. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒരു 2 പച്ചമുളകും ഒരു കാന്താരി മുളകും ഒക്കെ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുവിധം നന്നായി തന്നെ അരച്ചിട്ടുണ്ട്. മുളകും പച്ചമുളകും 2 കാന്താരി മുളകും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കടുക് ഒന്ന് ചതച്ചിടണം. അപ്പം ഞാൻ അരച്ചില്ല, കാരണം നല്ലപോലെ അരഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അരച്ചില്ല. അപ്പം അത് ചതച്ചത് ഇതിലേക്ക് ഇട്ടു. ഇതാണ് നമുക്ക് ചേർക്കേണ്ട അരപ്പ്. പിന്നെ നമുക്ക് കടുക് വറുക്കണം. വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലേക്ക് ഇട്ട് കടുക് വറുത്തെടുക്കണം. നല്ലപോലെ വെന്തിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കി കണ്ടോ, ഇത് വെള്ളം നല്ലപോലെ വറ്റി. ആദ്യം കുക്കറിനകത്ത് ഏകദേശം 3/4 ഭാഗത്തോളം ഇതുണ്ടായിരുന്നതാണ്. പിണ്ടിയുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്ന. ഇതിപ്പം വെന്ത് കഴിഞ്ഞപ്പം നല്ല പോലെ അത് കുറച്ചേ ഉള്ളൂ.
ഇനിയും ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നത് ചേർക്കാം. നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തൈര് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് തൈരാണ് ഒഴിക്കുന്നത്. ഇനി ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി ഒഴിക്കുകയാണ്. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചിട്ടാൽ മതി. അതായത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടാൽ മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. പിണ്ടി വെച്ച് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനെ ഒരു കിച്ചടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇതിനു മുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നിങ്ങൾക്കും പിണ്ടി കിട്ടുവാണെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കൂ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.